ഇന്നൊരു ബട്ടർസ്കോച്ച് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml ആണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ഒരു 3 തവണ അരിച്ചെടുക്കുക. ഒന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. 5 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസും ആണ് ചേർക്കുന്നത്. അപ്പോൾ വാനില സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കുന്നതെങ്കിൽ ബട്ടർസ്കോച്ച് അങ്ങ് ഒഴിവാക്കിയാൽ മതി. അത്രയ്ക്കുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ചതിന് ശേഷമാണ് 1.5 കപ്പ്. ഇത് ഈ മുട്ടയിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് ഇതിവിടെ വന്നിട്ടുണ്ട്. കണ്ടോ? ഇതിലേക്ക് ഇനി ഫ്ലവർ മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ സ്പാച്ചില കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അടിയിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലെ അടിയിൽ പോയിട്ട് ഈ ഫ്ലവർ മിക്സ് കിടക്കും. പിന്നെ ഇതിലേക്ക് പാലാണ് ചേർക്കുന്നത്. ഇത് ചെറു ചൂടുള്ള പാലാണ്. 6 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കേണ്ടത്. കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷെ അവസാനം ഫ്ലവർ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ പാലും ഫുള്ള് ഒഴിച്ച് മിക്സ് ആക്കി എടുക്കണം. 6 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിട്ടുള്ളത്. അവസാനത്തെ ഫ്ലവർ മിക്സും ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ആ പാല് ഫുള്ള് ചേർത്തായിരുന്നു. പിന്നെ ഇതിലേക്ക് 2 ഡ്രോപ്പ് യെല്ലോ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർസ്കോച്ച് എന്ന് പറയുമ്പം അതിനൊരു യെല്ലോ കളറല്ലേ ബട്ടർസ്കോച്ച് കേക്കിന്. അപ്പോൾ ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ്, ഒരു ലൈറ്റ് യെല്ലോ കളർ, അത്രേ ഉള്ളൂ. 2 ഡ്രോപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. 4 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ ബാറ്ററിൽ നിന്ന് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അതിന് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 മോൾഡിലായിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് ഡോൾ മോൾഡാണ്. ഇതിനകത്തൊരു 1/4 ഭാഗം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഒത്തിരി ഒഴിച്ചാൽ ബേക്കായി കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. ഇത് 5 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ്. ഇതിനകത്തും കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇത് 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ്. അപ്പോൾ 3-ലും കുറച്ച് ഒഴിക്കുക. ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3ആയിട്ട് ചെയ്യുന്നത്. 3 നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. ഇതിനി ഞാൻ ഓവനിൽ വെച്ചിട്ട് 170 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പപ്പട കമ്പി ഇട്ടൊന്ന് കുത്തി നോക്കുകയാണ്. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനർത്ഥം ഇത് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 40 മിനിറ്റ് തന്നെ എടുത്തുള്ളൂ ഇത് ബേക്കായി കിട്ടാനായിട്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ മോഡലിൽ നിന്ന് പുറത്തെടുക്കാം. ഇതാ ഒരു കേക്ക് ഞാൻ ബട്ടർ പേപ്പറൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പം തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇത് ഡോൾ മോൾഡിൽ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഈ ചെറുതായിട്ടൊക്കെ മുരിഞ്ഞിരിക്കുന്ന ഭാഗം വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, വേണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, കളഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മളുടെ 3ാമത്തെ കേക്ക് കണ്ടോ, ഇത് നല്ല സോഫ്റ്റാണ്. കുറച്ചൊക്കെ ഇത് വേണം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നമ്മളത് ഐസിങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബട്ടർസ്കോച്ച് സ്പോഞ്ച് കേക്ക്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡി ആക്കിയിട്ടുള്ളത്. ഇനി വാനില സ്പോഞ്ച് കേക്കാണ് വേണ്ടതെങ്കിൽ ഇതിലെ ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. ബാക്കി ഒക്കെ സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് കൊണ്ട് ഒരു ബട്ടർസ്കോച്ച് കേക്കിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.